بسم الله الرحمن الرحيم. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1811 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്ത് ഹുജുറാത്തിലെ 14-15 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ 14-15 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സർവലൗകിക സമീപനം ഇസ്ലാമിന്റെ മുഴുലോകത്തെയും മനുഷ്യവംശത്തിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകളെയും തുല്യമായി പരിഗണിക്കുന്ന, അതിലൂടെ ഏറ്റവും വലിയ സർവലൗകിക സാഹോദര്യം നടപ്പിലാക്കാൻ ഉപകരിക്കുന്ന ഒരു അടിത്തറ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ 13-ാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരാശിയെ ഒന്നാകെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്. അവിടെ നിശ്ചയമായിട്ടും നാം നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ സമുദായങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം അറിയുന്നതിന്, പരിചയപ്പെടുന്നതിന്, പരസ്പരം തിരിച്ചറിയുന്നതിനൊക്കെ വേണ്ടിയാണ്. നിങ്ങളിൽ അത്തരം ഗോത്രങ്ങളുടെയോ സമൂഹങ്ങളുടെയോ മേൽവിലാസങ്ങളല്ല നിങ്ങളുടെ ഔന്നത്യമുള്ളവരാര് എന്ന കാര്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതന്മാരാര് എന്നത് തീരുമാനിക്കുന്ന ഘടകം. അത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയാണ്. കൂട്ടത്തിൽ തഖ്വയിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായവർ എന്ന് കൂടിയാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അള്ളാഹു അവന്റെ ജ്ഞാനത്തിന്റെയും കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നതും
മനുഷ്യർക്കിടയിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ ഈ അടിത്തറ വ്യക്തമാക്കി തരുന്നതൊക്കെ. ഈ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തില് കണ്ട ഈ ഒരു പ്രസ്താവന ലോകത്ത് മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരാനിടയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളുടെ അടിത്തറ തന്നെ, അതിന്റെ മുരട് തന്നെ മുറിച്ചു കളയുന്ന, അതിന്റെ അടിത്തറ തന്നെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള സാർവലൗകിക സാഹോദര്യത്തിന്റെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഖ്യാപനമാണ് ഈ ആയത്തിൽ നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് അതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ അതിന്റെ തലേ ദിവസം പഠനം നടത്തിയ ആയത്തില് ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഉടലെടുക്കാനിടയുള്ള പല സങ്കീർണമായ സാഹചര്യങ്ങളെയും ജീർണതകളെയും ഒക്കെ തടയുന്നതിന്, അത് ഇല്ലാതാക്കുന്നതിന് എന്തൊക്കെ മര്യാദകളാണ് ജീവിതത്തിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ പാലിക്കേണ്ടത് എന്നത് അല്ലാഹു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ സാർവലൗകിക സാഹോദര്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്ന ഈ അടിസ്ഥാന തത്വം, അല്ലെങ്കിൽ ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യം എന്ന നിലക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഈ വസ്തുത അല്ലാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സൂറത്തുൽ ഫത്ഹിലൊക്കെ പ്രതിപാദിച്ച ഒരു വിഷയമുണ്ടായിരുന്നു. ഹിജ്റ 6-ാം വർഷത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്ന ദർശനത്തെ തുടർന്ന് ഉംറ നിർവഹിക്കാൻ പുറപ്പെടുമ്പോൾ മദീനയുടെ പരിസര പ്രദേശത്തുണ്ടായിരുന്ന ഞങ്ങള് മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായ ഗോത്രങ്ങളിലെ ആളുകളോടൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ പുറപ്പെടാൻ വേണ്ടി, ഉംറക്കുള്ള യാത്രക്ക് തന്നോടൊപ്പം ചേരാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏറ്റവും വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടലാണ്. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഈ യാത്ര കഴിഞ്ഞ് മക്കയിൽ നിന്ന് സുരക്ഷിതമായി മദീനയിലേക്ക് തിരികെ വരികയില്ല എന്ന ഒരു ബലമായ ആശങ്കയിലായിരുന്നു ഈ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത്. അവരാരും തന്നെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പുറപ്പെടാൻ സന്നദ്ധരാവാതിരുന്നതിന്റെ കാരണം അവരുടെ ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകളും ആശങ്കകളും ഒക്കെയാണ്. അവര് സമീപ നാളുകളിലായിട്ട് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പല കാരണങ്ങളും, അവർക്ക് പല പ്രേരണകളും ഇസ്ലാമിലേക്ക് വരുന്നതിന് ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ അവര് മനസ്സിൽ തട്ടിയ ഈമാൻ, അവരുടെ മനസ്സിൽ വലിയ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു ഈമാൻ ഉണ്ടായതിന്റെ ഫലമായിട്ടൊന്നും സത്യമാർഗത്തിലേക്ക് വന്നവരല്ല. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണ ഘട്ടത്തില് പലരും സത്യമാർഗത്തിലേക്ക് വന്നു ചേർന്നത് പോലെയൊന്നും ആഴത്തില് വിശ്വാസപരമായ ചലനം ഉണ്ടായതിനാൽ, മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടായതിനാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നില്ല ഇവര്. ഇവരിലധിക പേരും അവരുടെ താല്പര്യമായി മുന്നിൽ കണ്ടിരുന്നത് ഇസ്ലാം സ്വാധീനം നേടുന്നു, ശക്തി കൈവരിക്കുന്നു എന്നൊരവസ്ഥയിൽ അവരെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് പ്രയോജനകരമാവുക. അതിന്റെ കുറെ ഗുണങ്ങള് ഭൗതികാർത്ഥത്തിൽ തന്നെ, സാമ്പത്തികവും മറ്റുമായ പല ആനുകൂല്യങ്ങളും ലഭിക്കാൻ അതാണ് നല്ലത്. മാത്രവുമല്ല, മുസ്ലിങ്ങള് വലിയൊരു ശക്തിയായിട്ട് മദീനയിലും പരിസരത്തും ഒക്കെ അവരുടെ ആധിപത്യം സ്ഥാപിച്ച ഒരവസ്ഥയിൽ അവരുടെ ആക്രമണങ്ങളിൽ പെടാതെ
അത്തരം പ്രശ്നങ്ങളൊന്നും നേരിടാതെ സുരക്ഷിതമായി കഴിയാൻ നല്ലൊരു വഴി ഇനി ഞങ്ങളും നിങ്ങളുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കലാണ് എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഈ ആളുകൾ, ഈ ഗോത്രങ്ങൾ അധികവും തങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായത്. ആ ഒരു സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു വെച്ചിട്ടുള്ള ഈ 2 ആയത്തുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ 2-3 സൂറത്തുകളിലായിട്ട് അള്ളാഹു ഈ സമൂഹത്തെ പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഫത്തഹില് നമ്മൾ വിശദമായ ഒരു പരാമർശം കാണുകയുണ്ടായി. അവിടെ 11 മുതൽ 17 വരെയുള്ള ആയത്തുകളിലായിട്ട് അള്ളാഹു ഈ മരുഭൂവാസികളായ ഈ ബദവി അറബികളെ കുറിച്ച് പരാമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എളുപ്പത്തില് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധ്യത ഉള്ള സൈനിക നീക്കങ്ങൾ കാണുമ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടണം, ഞങ്ങളും നിങ്ങളോടൊപ്പം തന്നെയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന നിലക്ക് പരിഗണിക്കരുത്, നിങ്ങളെപ്പോലെയുള്ള വിശ്വാസികൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരടുത്തു കൂടും. എന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജീവാപായം ഉണ്ടാവാൻ ഇടയുണ്ട്, സ്വത്ത് നാശം ഉണ്ടാവാൻ ഇടയുണ്ട് എന്നതൊക്കെ അവർക്ക് ബോധ്യപ്പെടുന്ന, അങ്ങനെ അവർക്ക് തോന്നലുണ്ടാകുന്ന സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് പല കാരണങ്ങളും പറഞ്ഞും പല എക്സ്ക്യൂസസും കണ്ടെത്തിയും ഒക്കെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതായിരുന്നു അവരുടെ നിലപാട്. അതിനെ ശക്തമായ വിധത്തില് വിമർശന വിധേയമാക്കിക്കൊണ്ടാണ് സൂറത്തുൽ ഫത്തഹില് അള്ളാഹു അവരോട് പറയുന്നത്, ഇപ്പോ നിങ്ങൾ കൂടേണ്ടതില്ല, നിങ്ങൾക്കായിട്ട് മറ്റൊരു ശക്തരായ ഒരു കൂട്ടരെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, അവരുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് രംഗത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ അത് നമ്മൾ വിശദമായിട്ട് പഠന വിധേയമാക്കിയതാണ് ആ ആയത്തുകളൊക്കെ. അപ്പോൾ സൂറത്തുൽ ഫത്തഹില് അങ്ങനെ വിശദമായ പരാമർശം അറാബികളെ കുറിച്ച് നമ്മൾ കണ്ടു. അതിന്റെ മുമ്പ് 9-ാമത്തെ അധ്യായമായ സൂറത്തു തൗബയിലും ഈ മരുഭൂവാസികളായ ഈ ബദവി വിഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോ സൂറത്തുൽ ഹുജറാത്തിലും അവരെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അവരുടെ വിശ്വാസപരമായ സ്റ്റേറ്റസ് എന്താണ് എന്നത് വെളിപ്പെടുത്തുകയാണ് അല്ലാഹു ഈ ആയത്തുകളിലായിട്ട്. നമുക്ക് ഈ ആയത്തുകൾ നോക്കാം. കാലത്തിൽ അറാബു, ഈ ബദവി അറബികൾ അല്ലെങ്കിൽ അറാബികൾ പറഞ്ഞു, ആമന്ന, അവര് ഘോഷിച്ചു, പ്രഖ്യാപിച്ചു. അത് മെല്ലെ പറയലല്ല, പരസ്യമായി എല്ലാവരും കേൾക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിലൂടെ അവർ ചില കാര്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. കാലത്തിൽ അറാബു, ഈ ബദവി അറബികൾ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പറയുകയുണ്ടായി, ആമന്ന, ഞങ്ങള് വിശ്വാസികളായിരിക്കുന്നു എന്ന്, ഞങ്ങള് മൂമിനുകളാണ്, സത്യവിശ്വാസികളാണ് എന്നാണ് ഈ അറാബികൾ പ്രഖ്യാപിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഫുൽ, പ്രവാചകരെ താങ്കൾ അവരോട് പറയുക. അറാബികൾ പറഞ്ഞത് ആമന്ന എന്നാണല്ലോ, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രവാചകരെ താങ്കൾ അവരോട് ഇങ്ങനെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല. ലം തുഅ്മിനു, നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടവരായിട്ടില്ല. വലാകിൻ, മറിച്ച് ഖൂലു അസ്ലംന, നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞോളൂ, അതിനെ നിങ്ങൾ യോഗ്യരായിട്ടുള്ളൂ എന്നാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. അറാബികളോട് ഇങ്ങനെ പറയുക, അവർ ആമന്ന എന്നാണ് പറയുന്നത്. ആമന്ന എന്ന് പറയാൻ മാത്രം അവര് വളർച്ച നേടിയിട്ടില്ല. ലം തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല, നിങ്ങൾ ഈമാനുള്ളവരായിട്ടില്ല, മറിച്ച്
അസ്ലംന എന്ന് പറഞ്ഞോളൂ. വലാക്കിൻ ഖൂലു അസ്ലംന, ഞങ്ങള് മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അതിനർത്ഥം പറയാം. അതല്ലെങ്കിൽ ഞങ്ങള് കീഴ്പ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെട്ടവരായിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ ഒരു വളർച്ച മാത്രമേ നിങ്ങൾ നേടിയിട്ടുള്ളൂ. ഇതാണ് അള്ളാഹു അവരോട് പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള ഒരു വ്യത്യസ്തതയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആമന്ന അല്ലെങ്കിൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന എന്ന വിധത്തിൽ ഒരു കൂട്ടരെ പരാമർശിക്കുന്നതിന്റെ സാങ്കത്യം. മറ്റൊന്ന് അസ്ലംന എന്ന് പറഞ്ഞാൽ മുസ്ലിമൂൻ ആയി എന്ന് പറയുന്നതിന്റെ സാങ്കത്യം. ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ മുസ്ലിം എന്നതും മുഅ്മിൻ എന്നതും വിരുദ്ധമായ പദങ്ങളാണ് എന്ന നിലക്കാണ്. അങ്ങനെ വിരുദ്ധമായ പദങ്ങളല്ല. യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന അർത്ഥത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ മുസ്ലിം എന്ന പദം പല സന്ദർഭങ്ങളിലും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ പോസിറ്റിവിറ്റി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രയോഗം എന്ന നിലക്ക് ഖുർആനിൽ ധാരാളം അത് പ്രയോജനപ്പെടുത്തപ്പെടുന്നുണ്ട്. മുഅ്മിൻ എന്നത് മുസ്ലിം എന്ന അർത്ഥത്തിലും അത് ഒരു പൊതുവായ പദം എന്ന നിലക്കും ഉപയോഗിക്കുന്നുണ്ട്. ഒരു സംഘത്തെ പരാമർശിക്കുന്ന വിധത്തില് മുഅ്മിനൂൻ എന്ന പദം ഉപയോഗിക്കുന്നത് കാണാം. അത് പലയിടങ്ങളിലും അങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ട് ഒന്നിന് പൂരകമായിട്ടുള്ള പ്രയോഗം എന്ന നിലക്ക് ഉപയോഗിക്കുന്നത് കാണാം. അത് തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുള്ള ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ രണ്ട് പദങ്ങളും സൂചിപ്പിക്കുമ്പോൾ ഈ രണ്ടും കൃത്യമായിട്ട് ചില ഒരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് അള്ളാഹു അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. മുഅ്മിനുകളായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ട ഒരു യോഗ്യത നിങ്ങൾ ഇതിനകം നേടിയിട്ടില്ല എന്നതാണ് ഈ ബദവി അറബികളോടായിട്ട് പറയുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈമാൻ മനസ്സിൽ അതിന്റെ ആശയതലത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി മറ്റെല്ലാം കൈയൊഴിഞ്ഞ് ആ ഒരു സംഗതിക്ക് വേണ്ടി ഒരാള് സമർപ്പിക്കാൻ സന്നദ്ധമാകുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായിട്ട് മാറുന്നത്, ഒരു വിശ്വാസിയായിട്ട് മാറുന്നത്. ഇസ്ലാം അതുപോലെ മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു സംഘടിത വിഭാഗം എന്ന നിലക്ക് അവരോടൊപ്പം നിൽക്കുന്നു എന്നൊരർത്ഥത്തില് മാത്രമാണ് ഇവിടെ അസ്ലംന എന്ന് പറയുന്നത് നൽകുന്ന സൂചന. നിങ്ങൾ ചില രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിന്റെ മേധാവിത്വം അംഗീകരിച്ചിരിക്കുന്നു, അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നൊരർത്ഥത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതിനപ്പുറത്തേക്ക് നിങ്ങളിൽ വലിയ പരിവർത്തനം ഉണ്ടാവേണ്ടതുണ്ട്. ആ പരിവർത്തനം നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മുഅ്മിനുകളായി മാറുന്നത്. ഇതാണ് നൽകപ്പെടുന്ന സൂചന. അപ്പൊ കാലത്തിൽ അറാബു ആമന്ന, അറാബികള്, ബദവി അറബികള് അവരുടെ പല താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് വന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ആമന്ന എന്നാണ്. ഞങ്ങൾ വിശ്വാസികളാണ് കേട്ടോ, ഞങ്ങൾ വിശ്വാസികളായിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ വിശ്വാസികളായി എന്നൊരു കൂട്ടർ പറയുമ്പോൾ അതിനനുസരിച്ച് അവരുടെ എല്ലാ തലങ്ങളിലുമുള്ള ജീവിതം പരിവർത്തിതമായിട്ടുണ്ടാവണം. അവര് ത്യാഗത്തിനും അതുപോലെ തന്നെ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാനും സഹനത്തിനും ഒക്കെ സന്നദ്ധമായി ആ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആ പ്രയാണത്തിന് വില കൊടുത്തുകൊണ്ട്, എല്ലാ വിധത്തിലുള്ള ത്യാഗവും അർപ്പിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനും പുൽകാനും അതിനുവേണ്ടി നിലക്കൊള്ളാനും ഒക്കെ പ്രാപ്തരും യോഗ്യരുമായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മുഅ്മിനായി മാറുന്നത്. പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ഈമാൻ മാത്രമാണ് ഇപ്പോ ബദവി അറബികളെ
സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമായിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ തന്നെ ഈമാനുള്ളവരാണോ എന്നത് പരീക്ഷിക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യം വ്യക്തമാവുന്നത് എന്ന നിലക്കാണ് ഈ സൂചന ഇവിടെ നൽകപ്പെടുന്നത്. കാലത്തിൽ അറാബു ആമന്ന, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്നാണ് ഈ പദവി അറബികൾ ഘോഷിക്കുന്നത്. എന്നാൽ പ്രവാചകരെ അവരോട് ഇങ്ങനെ പ്രതികരിച്ചോളൂ, ഖുൽ ലം തുഅ്മിനൂ, നിങ്ങള് വിശ്വാസികളൊന്നും ആയിട്ടില്ല, നിങ്ങൾ മുഅ്മിനുകളൊന്നും ആയിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾക്ക് ഞങ്ങൾ കീഴ്പ്പെട്ടവരായിരിക്കുന്നു, മുസ്ലിങ്ങളായിരിക്കുന്നു, വിധേയപ്പെട്ടവരായിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് നൽകപ്പെടുന്ന സൂചന. ഫലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, എന്നിട്ട് തുടർന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. അതാണ് സത്യം. നിങ്ങളിപ്പോ നിങ്ങളുടെ പല താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങള് മദീനയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശ്വാസ മാർഗത്തെ സ്വീകരിച്ചവരായി മാറിയിട്ടില്ല. അത് മാറാൻ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾക്ക് വിധേയരാകുമ്പോഴാണ് നിങ്ങൾ മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. മദീനയിൽ ഇപ്പോ രൂപപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ 8 വർഷങ്ങളായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത് ദീർഘകാലം മക്കയില് ഒട്ടേറെ പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ട് അവിടുന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് പലായനം ചെയ്തു പോന്ന ആളുകളും വലിയൊരു സമൂഹത്തെ മദീനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് ഉണ്ടായിരുന്ന സകല ജീവിത സൗകര്യങ്ങളും അതുപോലെ വിഭവങ്ങളും സാധ്യതകളും ഒക്കെ അവരുമായി പങ്കുവെക്കാൻ തയ്യാറായി. അങ്ങനെ വലിയൊരു സമൂഹത്തെ സ്വീകരിച്ച് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സന്നദ്ധരായ, അതും വലിയ ത്യാഗമാണ്, അതിന് സന്നദ്ധരായ മദീനയിലെ അൻസാറുകളൊക്കെ അടങ്ങിയ ഒരു സമൂഹമാണ്. ആ സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ യാതൊരു ത്യാഗത്തിനും മുതിർന്നിട്ടില്ലാത്ത നിങ്ങള് വിശ്വാസികളായി എന്ന് പറയാൻ പറ്റുകയില്ല എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. ഇത് എക്കാലത്തും ഓരോരുത്തരുടെയും ഓരോ സമൂഹത്തിന്റെയും ഓരോ വ്യക്തിയുടെയും ഈമാൻ അളക്കാനുള്ള ഒരു അളവ് പോലായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും തന്നെ ഈ അളവ് പോലെ വെച്ച് നമ്മുടെ തന്നെ ഈമാൻ ഏത് തലത്തിലാണുള്ളത് എന്നത് പരിശോധിക്കാവുന്നതാണ്. ശരിക്കും ഒരു വെല്ലുവിളി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഈ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാനും പൂർണ്ണമായിട്ട് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഹക്കിന്റെ മാർഗത്തിൽ മുന്നേറാനും നമ്മൾ സന്നദ്ധനാണോ അല്ലേ എന്ന വിധത്തിലുള്ള ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതില് നമുക്ക് ആ നിലക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഈമാൻ പരീക്ഷിക്കപ്പെട്ടവരാണ്, മുഅ്മിനുകൾ തന്നെയാണ് നമ്മൾ എന്നത് തെളിയിക്കപ്പെടുക, നമുക്ക് ബോധ്യമാവുക. അപ്പൊ അങ്ങനെ പരീക്ഷണത്തിനൊന്നും ആയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മുഅ്മിനുകളാണ് എന്നൊക്കെ പറയാൻ വരട്ടെ, അത് ഇരിക്കട്ടെ, അതിനുള്ള അവസരം ഇനിയും വരുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞങ്ങള് കീഴ്പ്പെട്ടവരാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കും ഇതൊരു അളവ് പോലാണ്. നമുക്കും നമ്മുടെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് നമ്മളെ തുറച്ചു നോക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. അത്തരം സാഹചര്യങ്ങളില് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നുണ്ടാവേണ്ട ഒരു അർപ്പണം ഇപ്പോ നമ്മൾ കാണിക്കുന്ന വിധത്തിലുള്ളത് മതിയോ? നമ്മള് മുഅ്മിനുകളായിട്ട് വിശ്വാസികളായിട്ട് നമുക്ക് സ്വയം ബോധ്യപ്പെടാനും അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരം ലഭിക്കാനും ഈ ഒരു നിലപാട് മതിയോ എന്നൊരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്നതാണ് ഈ ആയത്തിന്റെ വെളിച്ചത്തില്. അപ്പൊ കാലത്തിൽ അറാബു ആമന്ന, ഈ പദവി അറബികൾ പറഞ്ഞത്, അവര് പ്രഖ്യാപിച്ചത് ആമന്ന, ഞങ്ങൾ വിശ്വാസികളാണ് കേട്ടോ, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്നതാണ്.
എന്നാൽ പ്രവാചകരെ, താങ്കൾ അവരോട് ഇങ്ങനെ പറയും, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളൊന്നും ആയിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങള് കീഴ്പ്പെട്ടവരായിരിക്കുന്നു, ആയിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസം വേണ്ട വിധത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഇതാണ് അവരോട് പറയാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് അവർക്കൊരു പരിഹാര മാർഗവും പറഞ്ഞു കൊടുക്കുകയാണ്. വൈൻ തുതിയുല്ലാഹ വറസൂലഹു, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ, അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും കൽപ്പനകളെ മുഖവിലക്ക് എടുത്തുകൊണ്ട് അവയെ പൂർണ്ണമായി അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവെങ്കിൽ, ലാ യലിതുക്കും മിൻ അഅ്മാലിക്കും ശൈഅ, നിങ്ങളുടെ കർമ്മങ്ങളിൽ യാതൊന്നിലും അള്ളാഹു ഒരു കുറവും വരുത്തുകയില്ല. അതില് ഒരു നിലക്കുമുള്ള കുറവ്, അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഒരു കുറവും അവനുണ്ടാക്കുകയില്ല എന്നാണ് അള്ളാഹു അവർക്ക് പിന്തുടരാവുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു ജീവിത സരണിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങള് മുസ്ലിങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, മുഅ്മിനുകളാണെന്ന് പറയാനായിട്ടില്ല എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചു എന്ന് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ഉയർച്ച കിട്ടണമെങ്കിൽ നിങ്ങൾക്കുള്ള വഴി ഇതാണ്: അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക. വൈൻ തുതിയുല്ലാഹ വറസൂലഹു, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എല്ലാ കാര്യങ്ങളിലും അനുസരിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശങ്ക വേണ്ട, നിങ്ങളുടെ കർമ്മങ്ങൾക്കൊക്കെ തന്നെ അതിന്റെ ഫലം ഉണ്ടാവും. കർമ്മങ്ങളിൽ യാതൊന്നും നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കാതെ പോവുകയില്ല. ലാ യലിതുക്കും മിൻ അഅ്മാലിക്കും, ലാ യലിതുക്കും എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുകയില്ല അല്ലെങ്കിൽ കുറവ് വരുത്തുകയില്ല എന്നൊക്കെയാണ് അതിന്റെ സൂചന. നിങ്ങൾക്ക് അതില് പരിഗണന ലഭിക്കാതെ പോകുന്നതായിട്ട് മാറുകയില്ല ഒരു കർമ്മവും. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ മതി. അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ ദൂതനെയും അനുസരിക്കണം. ഈ കാര്യം ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവെങ്കിൽ, മുസ്ലിങ്ങൾ എന്ന നിലക്ക്, മനുഷ്യരെന്ന നിലക്ക് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ വലിയ അംഗീകാരമുള്ളതായിട്ട് മാറും. അവ അംഗീകാരമില്ലാത്തതോ ഫലം ചെയ്യാത്തതോ ആയി മാറുകയില്ല എന്നാണ് ഇവിടെ അവരോടായിട്ട് പറയുന്നത്. ലാ യലിതുക്കും മിൻ അഅ്മാലിക്കും ശൈഅ, നിങ്ങളുടെ അഅ്മാലുകളിൽ യാതൊന്നും തന്നെ അംഗീകരിക്കപ്പെടാതെ പോവുകയില്ല, സ്വീകാര്യത ഇല്ലാതെയായി മാറുകയില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു തീർച്ചയായിട്ടും പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറയാൻ സന്നദ്ധരായല്ലോ, നിങ്ങൾ ആമന്ന എന്ന് പറഞ്ഞുകൊണ്ട് വന്നല്ലോ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. അത് അള്ളാഹു മുഖവിലേക്ക് എടുക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിശ്വാസപരമായതും കർമ്മപരമായതുമായ എല്ലാ പോരായികകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുവാനും നിങ്ങൾക്ക് കരുണ ചെയ്യുവാനും അള്ളാഹു സന്നദ്ധനാണ്. ഒരു നിബന്ധനയുണ്ട്, അത് നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവരായി മാറണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളിൽ ഒരു കുറവും വരികയില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ തന്നെയും നിങ്ങൾക്ക് അംഗീകാരയോഗ്യമായ കർമ്മങ്ങളായിട്ട് മാറും. എന്തെങ്കിലും പോരായ്കയുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെയും അല്ലാഹു പുറത്തു തരികയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഈ ബദവി അറബികൾ വേണ്ട വിധത്തിൽ വിശ്വാസികളായിട്ടില്ല എന്നാണല്ലോ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ? അതാണ് തുടർന്നുള്ള ആയത്തില് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. അപ്പോ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവര് മാത്രമാണ്. ആരാണത്? മുഅ്മിനുകൾ എന്ന് ആരെ പറ്റിയാണ് പറയാൻ പറ്റുക? അത് ഇവരെ പറ്റി മാത്രമാണ്. ആരാണത്? അല്ലദീന ആമനു ബില്ലാഹി വറസൂലി,
അവര് അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൽ അവര് ശാന്തിയും സമാധാനവും ഒക്കെ കണ്ടെത്തുന്നു. മനസ്സ് അവരുടേത് ശാന്തമാവുന്നത് അള്ളാഹുവിലും അവന്റെ ദൂതനിലുമുള്ള വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ്. അവർ അള്ളാഹുവിലും അവന്റെ ദൂതനിലും ആത്മാർത്ഥമായി വിശ്വാസമുള്ളവരായിരിക്കും. സുമ്മലം യർത്താബു, അങ്ങനെ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുള്ളവരായതിനെ തുടർന്ന് പിന്നെ അവര് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പത്തിനോ സന്ദേഹത്തിനോ മനസ്സിനെ വിട്ടുകൊടുക്കുന്നവരല്ല. പിന്നെ സംശയാലുക്കൾ ആവുകയില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ ദൂതനിലും വിശ്വസിച്ചിരിക്കുന്നു. ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ അവർക്ക് എന്ത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ധൈര്യവും മനക്കരുത്ത് മനസ്സമാധാനം ഒക്കെ ഉണ്ടാവും. ഇടക്കിടക്ക് ഇങ്ങനെ ചാഞ്ചല്യം ഉണ്ടാവില്ല. സന്ദേഹമുണ്ടായി മനസ്സിലെ സംശയങ്ങൾ ഉടലെടുത്ത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടുമായി നിൽക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവുകയില്ല. അതാണ് സുമ്മലം യർത്താബു. പിന്നെ അവരുടെ മനസ്സിൽ യാതൊരു റൈബും ഇല്ല, സംശയമോ സന്ദേഹമോ ഒന്നുമില്ല. അവര് സന്ദേഹിച്ചു നിൽക്കുന്നവരായി പിന്നെ അവരെ കാണപ്പെടുകയില്ല. അവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. സുമ്മലം യർത്താബു. എന്നിട്ടോ അതെങ്ങനെ മനസ്സിലാവുക? വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അതിന്റെ ഫലമായിട്ട് അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും പോരാടാൻ സന്നദ്ധരാവുന്നവരായി മാറിയിട്ടുണ്ടാവും. അവര് പോരാടും. വജാഹദൂ, അവർ ജിഹാദ് ചെയ്യുന്നു. ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സമ്പത്ത് കൊണ്ടും ദേഹം കൊണ്ടും രണ്ടും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാൻ സന്നദ്ധരാകുന്നു. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ സരണിയിൽ അവർ ജിഹാദ് ചെയ്യുന്നു. രണ്ട് സംഗതികൾ മുൻനിർത്തിക്കൊണ്ട്. ഒന്ന് അവരുടെ സമ്പത്താണ്. ആദ്യം ചെലവഴിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആദ്യം ത്യജിക്കേണ്ടി വരുന്നത് അതൊക്കെയാണ്. ഹിജ്റയില് അതൊക്കെ ത്യജിക്കുന്നുണ്ട്. അതുപോലെ അൻസാറുകള് മദീനയില് അങ്ങനെ പല താല്പര്യങ്ങളെയും ത്യജിച്ചുകൊണ്ടാണ് വിശ്വാസികളായിട്ടുള്ളത്. പിന്നീടാണ് പോരാട്ടത്തിന്റെ രംഗത്ത് ജീവൻ അർപ്പിക്കാൻ വേണ്ടി വരുമ്പോ അതിനും സന്നദ്ധരാകേണ്ടി വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് വിശ്വാസം മാറ്റുരയ്ക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും അള്ളാഹു നൽകിയ സമ്പത്ത് വ്യയം ചെയ്യുന്നതിനുള്ള സന്നദ്ധത പരിശോധിക്കപ്പെടുന്നതിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിനെ എങ്ങനെ അള്ളാഹുവിന് തൃപ്തിയുള്ളതായി പരിവർത്തിപ്പിക്കാം എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ പ്രചോദനമായി മാറേണ്ട ഒരു പരാമർശമാണ്. ഇവിടെ അറാബികള് ആമന്ന എന്ന് പറയാൻ യോഗ്യരായിട്ടില്ല, അസ്ലംന എന്ന് പറഞ്ഞോളൂ എന്നുള്ള പറയുകയാണല്ലോ. യഥാർത്ഥത്തിൽ അവർ ആമന്ന എന്ന് തന്നെ പറയാൻ യോഗ്യരാവണമെങ്കിൽ അവർ അള്ളാഹുവിൽ അവന്റെ ദൂതനിൽ യാതൊരു വിധത്തിലുള്ള സംശയവും സന്ദേഹവും അവശേഷിക്കാത്ത വിധത്തിൽ വിശ്വാസമുള്ളവരായി മാറണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് കൊണ്ടും ദേഹം കൊണ്ടും പോരാടാൻ സന്നദ്ധരായവരായി മാറണം. അവര് അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തില് ധനം വ്യയം ചെയ്യാൻ തങ്ങളുടെ കയ്യിലുള്ള അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്തും വരുമാനവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നവരായിട്ട് അവര് മാറണം. അപ്പോഴാണ് അവര് ഈമാൻ പരീക്ഷിക്കപ്പെട്ടവരായിട്ട് മാറുന്നത്. അത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ ഈമാനിൽ എവിടെയോ പിഴവുണ്ട്, പോരായ്കയുണ്ട്, തികവില്ലായ്കയുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ വിധത്തില് ഓരോ ദിവസവും അള്ളാഹു നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരാണോ അല്ലേ എന്നുള്ളത് വേറൊരു കാര്യം. നിത്യജീവിതത്തില് ഓരോ സന്ദർഭങ്ങളിലുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ കയ്യിൽ അമാനത്തായി ഏൽപ്പിച്ചതിൽ നിന്ന് അവന്റെ മാർഗത്തിൽ അവൻ ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമ്മൾ കൂട്ടാക്കുന്നുണ്ടോ ഇല്ലേ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ പരീക്ഷിച്ചറിയുന്ന ഒരു വിഷയമാണ് എന്നത് നമ്മൾ
പലപ്പോഴും മനസ്സിലാക്കാറില്ല. വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അംവാല് കൊണ്ടും അംഫസ് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെടാനും പോരാടാനും അവര് സന്നദ്ധമാവുമ്പോഴാണ് യഥാർത്ഥത്തില് അവര് വിശ്വാസികളാവുന്നത്. അപ്പൊ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കൂട്ടർ മാത്രമാണ്. അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, പിന്നീട് അതില് യാതൊരു സന്ദേഹവും കാണിക്കാതിരിക്കുകയും അതുപോലെ വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, തങ്ങളുടെ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിന് സന്നദ്ധത കാണിച്ചുകൊണ്ട് അതിനുവേണ്ടി നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യവാന്മാർ എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവന്റെ കിതാബിലും അതുപോലെ പാരത്രിക ജീവിതത്തിലും ഒക്കെ വിശ്വാസമുള്ളവരാണ് എന്ന് ഒരു കൂട്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ സത്യമായി പുലർത്താൻ സാധിച്ചവര് ഈ യോഗ്യത നേടിയവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവരാണ് സത്യവാന്മാർ. ബാക്കിയുള്ളവര് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അവര് രാഷ്ട്രീയമായിട്ട് കീഴടങ്ങിയിട്ടേ ഉള്ളൂ. അവര് യഥാർത്ഥത്തില് മനസ്സില് സത്യവിശ്വാസം കടന്നിട്ടുള്ള ആളുകളല്ല. ഇതാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബു, അതുപോലെ വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അപ്പോ അള്ളാഹുവിൽ അവന്റെ ദൂതനിൽ ഒക്കെ വിശ്വാസമുള്ളവരായി മാറുക, അതുപോലെ പിന്നീട് അതില് യാതൊരു സന്ദേഹവും ഉള്ളവരാവാതിരിക്കുക, അതുപോലെ തന്നെ സമ്പത്തും ദേഹവും വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാവുക. അത്രയും ചെയ്യുന്ന ആളുകളാണ്. ഈ കാര്യം യാതൊരു സംശയവുമില്ലാത്ത വിധത്തിൽ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യവാന്മാർ എന്ന് പറഞ്ഞാൽ അവരെ ജീവിതം കൊണ്ട് അവര് സ്വീകരിച്ച വിശ്വാസം സത്യപ്പെടുത്തിയ ആളുകളാണ് അവർ. മറ്റത് കേവലമായ നാവ് കൊണ്ടുള്ള പറയല് മാത്രമാണ്. ഇത് പറച്ചിലല്ല. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണല്ലോ ഈ സമ്പത്ത് ചെലവഴിക്കേണ്ടി വരുന്നതും ദേഹം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ സന്നദ്ധനാവേണ്ടി വരുന്നതും ഒക്കെ. അത് വെല്ലുവിളികൾ നിറഞ്ഞ സന്ദർഭത്തിലാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അതിന് സന്നദ്ധരാവുന്നതാണ് യഥാർത്ഥത്തിൽ തങ്ങൾ വിശ്വാസികളാണ് എന്നതിന്റെ ഒരു മാനദണ്ഡമായിട്ട്, ഒരു തെളിവായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഒരു ചൂണ്ടുപലകയാണ്, അല്ലെങ്കിൽ ഒരു അളവ് പോലാണ്. ഞാൻ വിശ്വാസിയായിട്ടുണ്ടോ ഇല്ലേ എന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലല്ല, നമ്മുടെ കാര്യത്തിൽ നമുക്ക് പരിശോധിക്കാം. ഈ മാനദണ്ഡം വെച്ചുകൊണ്ട്, ഈ അളവ് പോലെ വെച്ചുകൊണ്ട്. അള്ളാഹുവിലും അവന്റെ ദൂതനിലുമുള്ള വിശ്വാസത്തിൽ നമുക്ക് ചാഞ്ചല്യം ഉണ്ടാവുന്നുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ സംശയം ഉണ്ടാവുന്നുണ്ടോ? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, നമ്മള് അതിനു വേണ്ടി നമ്മളുടെ സമ്പത്തും ദേഹവും ത്യജിച്ചുകൊണ്ട് ആ മാർഗത്തില്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ, അതിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ സന്നദ്ധരാവുന്നുണ്ടോ ഇല്ലേ? അങ്ങനെ ആവുന്നുണ്ടെങ്കിലാണ് നമ്മള് സ്വീകരിച്ച വിശ്വാസം സത്യപ്പെടുത്തുന്ന ജീവിതമാക്കി മാറ്റിയ ആളുകളായി മാറുന്നത്. അപ്പോഴാണ് നമ്മൾ സാദിഖുകളാവുന്നത്. നമ്മൾ ഉൾക്കൊണ്ട, ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ ഉൾക്കൊണ്ട ഒരു വിശ്വാസത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ സാദിഖുകളായി മാറുന്നത്. സാദിഖുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച ആ വിശ്വാസത്തെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയവരായിട്ട് മാറുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. അങ്ങനെ ചെയ്യാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അവസരം ഉണ്ടായവരാണ് മദീനയിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കം തന്നെ. നിരവധി യുദ്ധങ്ങള്, അതുപോലെ ഹിജ്റ 6-ാം വർഷത്തില് നടന്ന ഉംറക്ക് വേണ്ടിയുള്ള യാത്ര, ആ ഘട്ടത്തിലുണ്ടായ ബൈഅത്തുർ റിദ്വാൻ, ഹുദൈബിയ സന്ധി, ഈ വക സംഗതികളിലൊക്കെ പങ്കാളികളായ ആളുകൾ അവരുടെ സമ്പത്തും ജീവനും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ സന്നദ്ധരായി ആണ് എന്ന്
പലതവണ തെളിയിച്ച ആളുകളാണ്. ഈ ആളുകളെ പോലെ ആവുകയില്ല ഇപ്പോ അനുകൂല സാഹചര്യത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ. അവരുടെ ഈമാൻ തെളിയിക്കപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. അതിന് അവരുടെ വഴി ഇതാണ്: അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും യാതൊരു വൈമനസ്യവും കൂടാതെ അനുസരിക്കുക, അതുപോലെ കർമ്മങ്ങളെ പാഴായി പോകാത്ത വിധത്തിൽ ആ നിലക്ക് സംരക്ഷിക്കുക, എന്നിട്ട് വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഇളക്കം വരുന്ന വിധത്തിലുള്ള സംശയങ്ങൾ ഇല്ലാതിരിക്കുക, സന്ദേഹം ഇല്ലാതിരിക്കുക, അതുപോലെ സമ്പത്തും ജീവനും അള്ളാഹുവിന്റെ മാർഗത്തില് ത്യജിച്ചുകൊണ്ട് പോരാട്ടത്തിന് സന്നദ്ധരാവുക. അങ്ങനെ ആവുന്നവരാണ് യഥാർത്ഥത്തിൽ സത്യവാന്മാർ, അവരുടെ വിശ്വാസം സത്യമായി ജീവിതത്തിൽ പുലർത്തുന്നതിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 14-15 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കറകളഞ്ഞ് ഈമാനുള്ളവരാക്കി ജീവിക്കുവാനും ആ ഈമാനോടുകൂടി മരിക്കാനും സൗഭാഗ്യം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.